നമസ്കാരം, ഞാൻ ആര്യ. എന്തെങ്കിലും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്ന് കുർത്ത സെറ്റിൻ്റെ ഒരു കളക്ഷനാണ് കാണിക്കുന്നത്. ഡെയിലി വെയർ ആയിട്ട് നമുക്ക് ഓഫീസിലേക്കും കോളേജിലേക്കും അങ്ങനെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കോട്ടൺ റയോൺ ഫാബ്രിക്കിലൊക്കെ വരുന്ന നല്ല കളക്ഷനാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ വെയർ ചെയ്തിരിക്കുന്ന ഒന്ന് ഇതും ഈ ഒരു കളക്ഷനിൽ വരുന്നതാണ് കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി ഒരു ഇൻസ്റ്റയിൽ ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ കാണുന്നുള്ളൂ എങ്കിൽ പോലും ഒരുപാട് എൻക്വയറി വന്ന ഒരു ഡ്രസ്സാണ്. ഇത് എവിടെ നിന്നാണ്, ഇതിൻ്റെ ലിങ്ക് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. ആക്ച്വലി ഇതിൽ കുറേ കളർ ചേഞ്ചസ് ഉണ്ട്. പക്ഷേ ഏതൊക്കെ സൈസ് അവൈലബിൾ ആണ് ഇത് തന്നെ എനിക്ക് തോന്നുന്നില്ല എല്ലാ സൈസും അവൈലബിൾ ആണെന്നിപ്പോൾ. അപ്പോൾ ഞാൻ എന്തായാലും ലിങ്ക് കൊടുക്കാം. പെട്ടെന്ന് തന്നെ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം ആമസോണിൽ നിന്ന് തന്നെയാണ്. ഞാൻ ലിങ്ക്സ് കൊടുത്തേക്കാം, അതുപോലെ സ്റ്റോറിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്കിത് ഒരുപാട് ലേറ്റ് ആക്കാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഈ ഇട്ടിട്ടുള്ള ഈ ഒരു കുർത്ത സെറ്റിനെ പറ്റി തന്നെ പറയാം. ഇത് റയോൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു കുർത്ത സെറ്റാണ്. ദുപ്പട്ട വരുന്നില്ല. ഓക്കെ, ടോപ്പ് ആൻഡ് ബോട്ടം മാത്രമേ വരുന്നുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് കളർ ചേഞ്ചസ് ഉണ്ട്. ഇൻഡോറ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ആണ്. അപ്പോൾ ഈ ഒരു കളർ നല്ല രസമുള്ള ഒരു ഡാർക്ക് പീകോക്ക് ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു കുർത്ത സെറ്റാണ്. ഈ ഒരു എംബ്രോയ്ഡറി ആണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു എംബ്രോയ്ഡറി ആണ്. അപ്പോൾ എന്തായാലും ഞാൻ ലിങ്ക് കൊടുക്കാം. കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ. ഇത് ഒരു ആഫ്റ്റർ വാഷ് റിവ്യൂ ആയിട്ട് കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ഓക്കെ, അപ്പോൾ കളർ കുറച്ച് ബ്ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളത് സെപ്പറേറ്റ് തന്നെ വാഷ് ചെയ്യണം. ഫസ്റ്റ് വാഷ് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ, അതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ഡാർക്ക് കളേഴ്സൊക്കെ നമ്മൾ യൂഷ്വലി കോട്ടൺ റയോണൊക്കെ ആകുമ്പോൾ എന്തായാലും നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം സെപ്പറേറ്റ് ആയിട്ട് മാത്രം വാഷ് ചെയ്യുന്നതാണ് ഏത് ഡ്രസ്സാണേലും നല്ലത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യമുണ്ട്. പക്ഷേ ഫെയ്ഡാവോ അങ്ങനെ വേറെ ഒരു പ്രശ്നമില്ല. കുറച്ച് ഒരുപാടില്ല കേട്ടോ. ചിലതൊക്കെ ഒരുപാട് കളർ പോവും. അങ്ങനെയില്ല, ജസ്റ്റ് കുറച്ച് പോകുന്നുണ്ടെന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ആഫ്റ്റർ വാഷ് ഓൾസോ നല്ല ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇതൊരു 999 റേഞ്ചിൽ വരുന്നൊരു കുർത്ത സെറ്റാണ്. അത്യാവശ്യം പ്രീമിയം ആയിട്ടൊരു ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സെറ്റ് അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ലിങ്ക് കൊടുക്കാൻ, ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നെക്സ്റ്റ് കാണിക്കാനുള്ളത് ഈ ഒരു അനാർക്കലി മോഡലിൽ വരുന്ന ഒരു കുർത്ത സെറ്റാണ്. ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട വരുന്നുണ്ട്. ഇത് പ്യോർ കോട്ടണിലാണ് 3 പീസും. ഓക്കെ, ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട കോട്ടണിലാണ് വരുന്നത്. ആൻഡ് ഇത് ഞാൻ മീഡിയമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പ്യോർ കോട്ടൺ സെറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. എന്താ പറയുക, സിമ്പിളായിട്ടൊരു ഫ്ലോറൽ പ്രിൻറ്റിൽ വരുന്ന ഒരു കുർത്ത സെറ്റാണ്. നമ്മൾ ഒരു വെറൈറ്റി ഡിസൈൻ എന്നൊന്നും പറയാനായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. കാരണം നമ്മൾ യൂഷ്വലി കാണുന്ന കുറേ കാലങ്ങളായിട്ട് നമ്മൾ കാണുന്ന ഒരു ഡിസൈൻ തന്നെയാണ്. ഓക്കെ, അല്ലാണ്ട് അതൊന്നും ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ട് അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ കോട്ടൺ ആണ്. അപ്പോൾ സമ്മറിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ലിങ്ക് കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ഇനി അടുത്ത ഈ ഒരു സെറ്റ്, ഇതും ഇൻഡോറ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ തന്നെ ഒരു പ്രീമിയം റേഞ്ചിൽ വരുന്ന ഒരു കുർത്ത സെറ്റാണ്. ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട വരുന്നുണ്ട്. ഇത് വേറെയും ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇട്ടിട്ട് ഞാൻ കണ്ടായിരുന്നു. ഇത് അവരുടെ ഒരു ന്യൂ ലോഞ്ച് ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് എൻ്റെ കണ്ണിൽ പെട്ടപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നി. അങ്ങനെ ഞാൻ വാങ്ങിയതാണ്. വൈറ്റ് കുർത്ത സെറ്റ് എന്ന് പറയുന്ന നല്ലൊരു ക്ലാസി ലുക്കാണ്. എപ്പോഴും ആർക്കിട്ടാലും, ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് ഇട്ടാലും നല്ല ഒരു ക്ലാസ് ലുക്ക് കിട്ടുന്ന ഒരു, പ്രത്യേകിച്ച് ഫ്ലോറൽ പ്രിൻറ്റും കോട്ടൺ ആണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു ക്ലാസി ലുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇത് വളരെ തിന്നായിട്ട് ഉള്ള ഒരു മെറ്റീരിയലാണ്. പ്രത്യേകിച്ച് ബോട്ടം. ഓക്കെ, വളരെ തിന്നാണ്. അത് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ടോപ്പിന് ലൈനിങ് ഉണ്ട്, ടോപ്പിന് ലൈനിങ് വരുന്നുണ്ട്. പക്ഷെ ബോട്ടത്തിന് ലൈനിങ് ഒന്നുമില്ല. മാത്രമല്ല ബോട്ടം നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സണലി. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു ഗ്രീനും കൂടി വരുമ്പോൾ, വൈറ്റ് ആൻഡ് ആ ഒരു ഗ്രീൻ കളർ കോമ്പിനേഷൻ ഭയങ്കര രസമായിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ ഏതൊക്കെ സൈസ് അവൈലബിൾ ആണെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ. ഈ ഒരൊറ്റ കാര്യം വിട്ട് കഴിഞ്ഞാൽ ബാക്കി അതിൽ എനിക്കൊരു നെഗറ്റീവും പറയാനായിട്ടില്ല. അത്രയും നല്ലൊരു സെറ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു കോട്ടൺ, പ്രീമിയം കോട്ടൺ ആണ് കേട്ടോ. നോർമൽ സ്റ്റിഫായിട്ട് വരുന്ന അങ്ങനത്തെ കോട്ടണേ അല്ല. ഭയങ്കര സോഫ്റ്റായിട്ട് നല്ല
നമുക്ക് നല്ല ബ്രീത്തബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ എന്നൊക്കെ പറയില്ലേ, ഇടുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആൻഡ് നല്ല സുഖമായിട്ട് വരുന്നത് അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ലിങ്ക് കൊടുക്കാം, നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇനി അടുത്ത കാണിക്കുന്ന ഈ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കുർത്ത സെറ്റ്, ഇതും ദുപ്പട്ടയൊക്കെ വരുന്നുണ്ട്. ഇത് നമ്മുടെ ലാസ്റ്റ് ബാഗ്സിൻ്റെ ഒരു ഹോൾ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സെറ്റാണ് ഇത്. പ്യോർ കോട്ടൺ അല്ല, മിക്സ് ആണ് കേട്ടോ വരുന്നത്. ബോട്ടം, ദുപ്പട്ട ആൻഡ് ടോപ്പ് ഓൾസോ മിക്സ് ആണ്, പ്യോർ കോട്ടൺ അല്ല. കളർ കോമ്പിനേഷൻ നല്ലതാണ്, ബ്ലൂവിൻ്റെ കൂടെ ഒരു പിങ്ക് ലേസ് ആൻഡ് ആ വൈറ്റ് ദുപ്പട്ടയൊക്കെ വരുമ്പോൾ നല്ല രസമുണ്ട്. ആ ഒരു കളർ കോമ്പിനേഷൻ കണ്ടിട്ടാണ് ഞാൻ എടുത്തത്, പക്ഷെ ആ ഒരു മെറ്റീരിയലിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ഓക്കെ, അപ്പോൾ അതുകൂടി പറയാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു സെറ്റ് എന്ന് പറയുന്നത് ഗ്രീൻ ആൻഡ് പിങ്ക് ഒരു കളർ കോമ്പിനേഷനിൽ വരുന്ന അഗെയിൻ ദുപ്പട്ട വരുന്ന ഒരു 3 പീസ് സെറ്റാണ്. ഇതും പക്ക പ്യോർ കോട്ടൺ അല്ല, മിക്സ് ആണ്. ഓക്കെ, പിന്നെ ഇതെനിക്ക് ബാക്കിയൊക്കെ ഓക്കെയാണ്, പക്ഷേ എനിക്ക് സ്ലീവ്സിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ലേസ് എനിക്ക് തീരെ ഇഷ്ടമായില്ല. ഞാനത് ശ്രദ്ധിച്ചില്ല എന്ന് തന്നെ പറയാം. അത് കൈ കെട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ അയ്യോ ഇത് ഞാൻ കണ്ടെങ്കിൽ എടുക്കില്ലായിരുന്നല്ലോ എന്ന് തോന്നിയത്. ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു, കളർ കോമ്പിനേഷനൊക്കെ നല്ല രസമുണ്ട്, പക്ഷേ അതെനിക്കിഷ്ടമായില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഓക്കെ എടുത്തോളൂ. ബാക്കി പറയാനായിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക്സ് കൊടുത്തേക്കാം. ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നതിന് മുന്നേ എന്തെങ്കിലും വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ. പിന്നെ സ്റ്റോറിൻ്റെ ലിങ്കും എപ്പോഴും കൊടുക്കുന്നുണ്ട്, അതും ചെക്ക് ചെയ്യാൻ മറക്കണ്ട. പഴയ പ്രോഡക്ട്സൊക്കെ അവിടെ കാണും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.